ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതെന്റെ അമ്മ, ഇതെന്റെ മേമ. അപ്പോ നമുക്ക് ഇന്ന് എന്ത് വീഡിയോ എടുക്കാന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ മുന്നേ വന്നിട്ടുള്ളതാ, പറയാം. അതായത് നമ്മള് ഈ അന്താക്ഷരി കളിക്കില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. അതായത് ഞാൻ ഒരു അക്ഷരം പറയും, ആ അക്ഷരത്തിൽ അന്താക്ഷരി അല്ല, ആ അക്ഷരം വെച്ചിട്ട് ഇപ്പൊ ഞാനൊരു വാ എന്ന് പറഞ്ഞൊരു അക്ഷരം പറയാണ്. ആ വാ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ഇവര് വാ വെച്ചിട്ട് മാത്രമേ ആൻസർ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പേര് ചോദിക്കുകയാണ്. ഇപ്പോ മാ വെച്ചിട്ട് പേര് ചോദിക്കുകയാണ്. അപ്പൊ അമ്മ വല്ല മായാവതിന്നോ മായാവിന്നോ ആണുങ്ങളുടെ പേരും പറയാം. അങ്ങനെ മാ വെച്ച് മാത്രം. അപ്പൊ ഞാൻ ചോദിക്കുന്ന അക്ഷരം ഏതാണോ അതിന് ഞാൻ ചോദിക്കണേനൊക്കെ ഇങ്ങനെ. മേമ റെഡിയാണോ? റെഡിയാണ്. ആ അമ്മ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് അക്ഷരം ക. ഒരാളോടാണ് ഞാൻ ഫസ്റ്റ് ചോദിക്കാം. മറുപടി കമല. അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ചോദ്യം. കമല പിന്നെ കാന്ന് പറഞ്ഞിട്ട് പൊക്കോടന്ന് എനിക്ക് ക്ലാസ് വയ്ക്കണം, എന്നാലും ഭംഗിയുള്ളൂ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എന്താ പേര്? എന്റെ പേര് വാസന്തി. ഐ കാ വെച്ചിട്ട് പേരെന്താന്ന്? കാ വെച്ചിട്ടാണോ പറയണ്ട? ഓ കാ വെച്ചിട്ട് കമല. കമല എവിടുന്ന് വരുന്നു? കമല എറണാകുളം. അയ്യേ പോയി പോയി പോയി, അമ്മ പോയി. കാ വെച്ചിട്ട് കമലം പറഞ്ഞു കറക്റ്റ് ആൻസർ. കാ വെച്ചിട്ട് എവിടെ വീട്? അപ്പൊ എനിക്കിതറിയണ്ട, താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഞാൻ ആദ്യം ചോദിക്കേ. കമലയുടെ വീട് എവിടെ? എന്റെ വീട് കരുവന്നൂര്. ഇന്നെന്താ കഴിച്ച രാവിലെ? ഇന്ന് കഴിച്ചത് കപ്പ, കട്ടൻ ചായയും കപ്പയും. വാവ്, സൂപ്പർ സൂപ്പർ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ മക്കളുണ്ട്. അത് പോയി മാ വെച്ചിട്ട് വീട്ടില് എന്റെ മക്കള് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അടുത്തത് സുനിമയോടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാമിക്കുള്ള അക്ഷരം രാ. ടഫാണ്, ടഫ്. എന്താ പേര്? രാധിക. എവിടെ വീട്? രാപ്പാള്. എന്താ രാവിലെ കഴിച്ചേ? ഗ്യാസ് വരെ ഒന്നെണീക്കൂ, അപ്പുറത്തിരുന്നോളൂ. രാദോശ കഴിച്ചു. രാദോശ, നൈസ്. ഇനി വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് കുട്ടികളുണ്ട്. പോയി, അവിടെ പോയി. ഇവരൊക്കെ വീട്ടില് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നോടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ പറയും വീട്ടില് ആരൊക്കെ ഉണ്ട്. അപ്പൊ വെച്ചിട്ട് നമ്മൾ എന്ത് പറയും? രാധയുണ്ട്, രാമുണ്ട്, രാമനുണ്ട്, അങ്ങനെയൊക്കെ പറയണായിരുന്നു. മനസ്സിലായ? ഒക്കെ വീട്ടില് എന്ന് പറയണ്ട, രാമു, രാധ, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം, ആൻസർ മാത്രം. ഓക്കെ. ഇനി അടുത്ത അമ്മ. കാലത്ത് എന്താ കഴിച്ചേ? കാലത്ത് കടല. സുഖാണോ? സുഖാണോ? എന്നിട്ട് പറയാ കറിച്ച് സുഖം. അത് കുറച്ച് തന്നെ പറഞ്ഞോ. കാന്ന് തന്നെ ആണെന്നില്ല, കാ, കീ, കൂ, കേ എന്നൊക്കെ ആവാം. ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാ? കറുത്ത ഡ്രസ്. ഓ, എന്താ ജോലി? എന്താ ജോലി? ജോലി എനിക്ക് കാർ ഓടിക്കല്. നൈസ് 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 നൈസ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ അടുത്തോ കളി. അപ്പൊ അമ്മ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. കാർ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കാർ ഓടിച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഔട്ട് ആക്കി മിണ്ടാണ്ടെന്നോ. കാലിന് എന്തോ ഒരു സുഖക്കുറവ്. അതെ, കാലോണ്ടല്ലോ കാറ് ഓടിക്കുന്നത്. കൈയോണ്ടല്ലോ ഓടിപ്പിക്കണ, കാലോണ്ടല്ലോ. ചവിട്ടുള്ളൂ കാറ്. അപ്പൊ കാലിന് എന്തോ ഒരു സുഖക്കുറവ്. പിന്നെന്താ
തൃശ്ശൂര് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? തൃശ്ശൂര് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ടല്ലോ അത്. തൃശ്ശൂര് കടുപ്പശ്ശേരി ഉണ്ടോ? ഇത് സ്കോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സുനിമാമയിലേക്ക് കിടക്കാണ് ഞാൻ. സുനിമാമ, പായാണ് സുനിമാമയ്ക്ക് കൊടുത്തിട്ടുള്ള അക്ഷരം. പേരെന്താ? പൗർണമി. അമ്മ മിണ്ടരുത്, കടിഞ്ഞേ. പൗർണമി. പൗർണമി. പൗർണമി എത്ര വരെ പഠിച്ചു? 10 വരെ. 10. പുലിയാണ് കേട്ടാ. പൗർണമിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഇത് പായസം. ഓക്കെ, പൗർണമിക്ക് എത്ര വയസ്സായി? 19. 19 വയസ്സ്. പൗർണമിയുടെ ഭർത്താവിന്റെ പേരെന്താ? പങ്കജാക്ഷൻ. ഓക്കെ, നമ്മള് കൊടുത്തോണ്ടിരുന്ന അക്ഷരം മറന്നുപോയി. ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിലേക്ക് ശ്രദ്ധ പോയി. നമ്മൾ അടുത്ത അക്ഷരം കൊടുക്കാൻ പോവാണ്. യാ. ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഓ നൈസ്. ഞാൻ എങ്ങനെയുണ്ട്? യംഗേൾ. ഓ യങ്. ഇഷ്ടപ്പെട്ട സിനിമ? യാത്ര. എങ്ങോട്ട് യാത്ര പോകാൻ ഇഷ്ടം? യമുനാ നദി കാണാൻ പോവാൻ ഇഷ്ടം. ഓ മൈ ഗോഡ്, യമുനാ നദി കാണാൻ പോവാൻ ഇഷ്ടം. ഓ, പ്രോത്സാഹിപ്പിക്കണ ചേച്ചി, പ്രോത്സാഹിപ്പിക്കണ. റെഡിയാക്കി തരഞ്ഞ. എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം വരാറ്? വെച്ചിട്ട് പറയണ്ടേ? വെച്ചിട്ട് പറയണം. എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം വരാറ്? എന്ത് ചെയ്യുമ്പോ? സിമ്പിൾ. അത് വ്യായാമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം വരാറ്. ശിരോമണികൾ ഭയങ്കര സെറ്റപ്പ് ടീംസ് ആണ് ഗൈസ് ഇവര്. പിന്നെ എന്നെ പറ്റിയുള്ള അഭിപ്രായം? വളരെ മോശം. ഭർത്താവിന്റെ പേരെന്താ? ചന്ദ്രപ്പൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വരുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ഇവർക്ക് 2 പാട്ട് പാടിയിട്ട്, അതായത് ഓരോരോ പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഫസ്റ്റ് നമ്പർ സുനിത നന്നായിട്ട് പാട്ട് പാടുന്നതാണ്. അപ്പൊ പാട്ട് പാടിക്കും. ഏത് പാട്ടാ? ഇഷ്ടമുള്ള പാട്ട്? ഇഷ്ടമുള്ളതാ. ചന്ദ്രകളപം ചാർത്തിയോ ഉണരും ഉണല്ലെങ്കിൽ ഒഴുകും. രണ്ടുപേരും കിട്ടുള്ളൂ. പിന്നെ വേറെ ഒരെണ്ണം കൂടി പരിശ്രമിക്കൂ, ഒന്ന് ആലോചിക്കും. ഞാൻ അമ്മേനെ കൊണ്ട് പാടിക്കാം. എന്തെങ്കിലും പാട്, അമ്മ പാട്. ഞാൻ ഇങ്ങനെ പാടാൻ എന്തെങ്കിലും പാട്ട് പാട്, ചെറുതായിട്ട് 2 വരി. മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ, കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. പോരെ? വാവ്, സൂപ്പർ. മഞ്ഞ മോടും അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ ബൈ പറഞ്ഞിട്ട് പോവാം. അപ്പൊ നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ.